ദി സീക്രട്ട് രഹസ്യം എന്ന പുസ്തകത്തിലെ അദ്ധ്യായം 8 ലോകത്തിനുള്ള രഹസ്യം. ഈ അദ്ധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 6 രത്നച്ചുരുക്കങ്ങളാണ്. ഈ അദ്ധ്യായത്തിലെ ഒന്നാമത്തെ ആശയം ഇങ്ങനെയാണ്: നിങ്ങൾ എന്തിനെ പ്രതിരോധിക്കുന്നുവോ അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം വികാരസ്തോഭങ്ങളിലൂടെ നിങ്ങൾ അതിലേക്ക് ശക്തമായിട്ട് മനസ്സ് കേന്ദ്രീകരിക്കുകയാണ്. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഉള്ളിൽ നിന്ന് ചിന്തകളും വികാരങ്ങളും വഴി പുതിയ സിഗ്നലുകൾ നിങ്ങൾ പ്രസരിപ്പിക്കണം. ഈ സമൂഹത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്കുമെതിരെ പോരാടുന്നതിൽ നമ്മൾ സംതൃപ്തി കണ്ടെത്താറുണ്ട്. ക്യാൻസറിനെതിരെ, ദാരിദ്ര്യത്തിനെതിരെ, യുദ്ധത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ, ഭീകരവാദത്തിനെതിരെ, അക്രമവാസനയ്ക്കെതിരെയെല്ലാമുള്ള പോരാട്ടങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന എല്ലാത്തിനോടും നമ്മൾ പൊരുതുന്നു. വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കൂടുതൽ പോരടിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഏതിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നുവോ അതിനെ നമ്മൾ സൃഷ്ടിക്കുന്നു. എന്തിനോടെങ്കിലും നമുക്ക് കടുത്ത ദേഷ്യം തോന്നുന്നു എന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് യുദ്ധം, സംഘട്ടനം, യാതന തുടങ്ങിയ ഏതോ ഒന്നിനോട്. അതിനോട് നമ്മുടെ ഊർജം കൂടി അതിന് പകർന്നു കിട്ടും. നമ്മൾ സ്വയം ബലം പ്രയോഗിച്ചാൽ അത് കൂടുതൽ പ്രതിരോധം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഈ അദ്ധ്യായത്തിലെ രണ്ടാമത്തെ ആശയം ഇങ്ങനെയാണ്: നിഷേധാത്മകമായ കാര്യങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിച്ചാൽ നിങ്ങൾക്ക് ലോകത്തെ സഹായിക്കാനാകില്ല. ഈ ലോകത്ത് നടക്കുന്ന അനിഷ്ട സംഭവങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിച്ചാൽ നിങ്ങൾ അവയെ വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല, നിങ്ങളിലേക്ക് അത്തരം സംഭവങ്ങളെ കൂടുതലായി ആകർഷിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. യുദ്ധവിരുദ്ധ പ്രസ്ഥാനം കൂടുതൽ യുദ്ധങ്ങൾക്ക് കാരണമാകുന്നു. മയക്കുമരുന്ന് വിരുദ്ധ പ്രസ്ഥാനം കൂടുതൽ മയക്കുമരുന്ന് പ്രചരിപ്പിക്കുന്നു. കാരണം നമ്മൾ മനസ്സ് കേന്ദ്രീകരിക്കുന്നത് നമുക്ക് വേണ്ടാത്ത കാര്യത്തിൽ, മയക്കുമരുന്നിൽ ആണെന്നത് തന്നെ. എന്തിനെങ്കിലും ഇല്ലാതാക്കണമെങ്കിൽ അതിൽ മനസ്സ് കേന്ദ്രീകരിക്കണമെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. വിശ്വാസത്തിൽ, സ്നേഹത്തിൽ, ഐശ്വര്യപൂർണമായ ജീവിതത്തിൽ, നല്ല വിദ്യാഭ്യാസത്തിൽ, സമാധാനത്തിൽ, ഇങ്ങനെയെല്ലാം നമ്മൾ മനസ്സ് കേന്ദ്രീകരിക്കുന്നതിന് പകരം ഒരു പ്രത്യേക പ്രശ്നത്തിന് സർവ്വ ഊർജവും പകർന്നു കൊടുക്കുന്നത് എന്ത് യുക്തിയാണുള്ളത്? ഉജ്ജ്വലമായ വ്യക്തിത്വമായിരുന്നു മദർ തെരേസ. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞ മനോഹരമായ ഒരാശയമുണ്ട്. അവർ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: യുദ്ധവിരുദ്ധ റാലിയിൽ ഞാനൊരിക്കലും പങ്കെടുക്കില്ല. നിങ്ങളൊരു സമാധാന റാലി നടത്തുകയാണെങ്കിൽ എന്നെയും വിളിക്കുക. അവർക്ക് അറിയാമായിരുന്നു. അവർ രഹസ്യം മനസ്സിലാക്കിയിരുന്നു. ഈ ലോകത്ത് അവർ സാക്ഷാത്കരിച്ചത് എന്തെല്ലാമാണെന്ന് നിങ്ങളൊന്ന് നോക്കിക്കണ്ടാൽ മാത്രം മതി. ഈ അദ്ധ്യായത്തിലെ മൂന്നാമത്തെ ആശയം ഇങ്ങനെയാണ്: ഈ ലോകത്തിലെ പ്രശ്നങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നതിന് പകരം വിശ്വാസം, സ്നേഹം, ഐശ്വര്യം, വിദ്യാഭ്യാസം, സമാധാനം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും ഊർജവും എപ്പോഴും തിരിച്ചുവിടുക. നിങ്ങൾ ഒരു യുദ്ധവിരുദ്ധനാണെങ്കിൽ സമാധാന പക്ഷക്കാരനായിട്ട് മാറുക. നിങ്ങൾ പട്ടിണിക്കെതിരാണെങ്കിൽ ജനങ്ങൾക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷണം കിട്ടണമെന്ന പക്ഷക്കാരനാവുക. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ എതിർക്കുന്നുവെങ്കിൽ അയാളുടെ എതിരാളികളുടെ അനുകൂല പക്ഷത്ത് ചേരുക. പലപ്പോഴും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ജനങ്ങൾ ശരിക്കും മനസ്സുകൊണ്ട് എതിർക്കുന്ന ആളുകൾക്ക് അനുകൂലമാകാറുണ്ട്. കാരണം അവരുടെയെല്ലാം മനസ്സ് കേന്ദ്രീകരിച്ച് അയാൾക്ക് കൂടുതൽ ഊർജം പകരുന്നു. ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും ആരംഭിച്ചത് ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ്. വലിയ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ കൂടുതൽ ആളുകൾ അതിലേക്ക് മാത്രം ചിന്തകളെ തിരിച്ചുവിടുന്നു. ആ കാര്യം കൂടുതൽ വലുതാവുന്നു. ആളുകളുടെ ചിന്തയും വികാരക്ഷോഭങ്ങളുമാണ്
ആ കാര്യം നിലനിർത്തുന്നതും വലുതാക്കുന്നതും. നമ്മുടെ ശ്രദ്ധ അതിൽ നിന്നും മാറി പകരം സ്നേഹത്തിലേക്ക് തിരിയുകയാണെങ്കിൽ ആ സംഭവം പിന്നെ നിലനിൽക്കില്ല. അത് ആവിയായി എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാവുക തന്നെ ചെയ്യും. ഈ അധ്യായത്തിലെ 4-ാമത്തെ ആശയം ഇങ്ങനെയാണ്: എല്ലാ കാര്യങ്ങളും തീർന്നു പോകും എന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവയെല്ലാം എല്ലാവർക്കും ആവശ്യമുള്ളതിനും എത്രയോ അധികം ഈ പ്രപഞ്ചത്തിലുണ്ട്. ജീവിതം എപ്പോഴും സമൃദ്ധമായിരിക്കണം. ഈ ലോകത്തെയോ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെയോ മാറ്റിയെടുക്കുക എന്നത് നിങ്ങളുടെ ജോലിയല്ല. ഈ പ്രപഞ്ചത്തിനുള്ളിൽ ഒഴുക്കിനൊത്ത് പോവുക, നിലനിൽക്കുന്ന ലോകത്ത് അതിനെ ആഘോഷിക്കുക. അതാണ് നിങ്ങളുടെ ജോലി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അധിപൻ നിങ്ങളാണ്. ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അധിപൻ നിങ്ങളാണ്. പ്രപഞ്ചം നിങ്ങളുടെ ആജ്ഞകളെ അനുസരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പ്രത്യക്ഷമായാൽ അതിൽ വിഭ്രമമുണ്ടാകരുത്. അവയുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുക. കഴിയുമെങ്കിൽ അവയെ ലഘൂകരിക്കുക, വിട്ടുകളയുക. എന്നിട്ട് നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പുതിയ ചിന്തകൾ മനസ്സിൽ ഉണർത്തുക, അനുഭവിക്കുക. അവ സാധ്യമായതിന് കൃതജ്ഞത കാണിക്കുക. ഈ അധ്യായത്തിലെ 5-ാമത്തെ ആശയം ഇങ്ങനെയാണ്: നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും മുഖേന പരിമിതിയില്ലാത്ത പ്രപഞ്ചത്തിൽ നിന്നും എന്തു വേണമെങ്കിലും എടുക്കാനും അവയെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കാനുമുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. രഹസ്യം പഠിപ്പിക്കുന്നതിൽ ഏറ്റവും മനോഹരമായ കാര്യം, ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും വേണ്ടുവോളം വാരിയെടുക്കാൻ ആവശ്യമായതിലും അധികം എത്രയോ അധികം സമ്പത്ത് ഇവിടെയുണ്ട്. മനുഷ്യ സമൂഹത്തിൻ്റെ മനസ്സിനുള്ളിൽ ഒരു വൈറസ് പോലെ പ്രവർത്തിക്കുന്ന ഒരു നുണയുണ്ട്. എല്ലാവർക്കും മതിയാവുന്നത്ര ഇവിടെയില്ല. പോരായ്മയും പരിമിതിയുമുണ്ട്. എല്ലാവർക്കും തികയില്ല. ഈ നുണ ആളുകളെ ഭയവും ആർത്തിയും പിശുക്കുമുള്ളവരാക്കുന്നു. ഭയത്തിൻ്റെയും ആർത്തിയുടെയും പിശുക്കിൻ്റെയും ചിന്തകൾ അവരുടെ അനുഭവങ്ങളാകുന്നു. ലോകമാകെ ഒരു പേക്കിനാവിൽ പെട്ടുപോകുന്നു. ഈ അധ്യായത്തിലെ 6-ാമത്തെ ആശയം ഇങ്ങനെയാണ്: ഈ ലോകത്തുള്ള എല്ലാറ്റിനെയും ആശീർവദിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നിഷേധഭാവങ്ങളും വിരോധങ്ങളും എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാവുകയും നിങ്ങൾ ഏറ്റവും ഉന്നതമായ സ്നേഹത്തിൻ്റെ തരംഗദൈർഘ്യവുമായിട്ട് യോജിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് പോരായ്മകൾ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് തുറന്ന വീക്ഷണത്തോടു കൂടി നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം കാണാൻ തയ്യാറാകാത്തത് കൊണ്ട് മാത്രമാണ്. നമുക്കറിയാം, ആളുകൾ ഹൃദയത്തിൻ്റെ വഴിയിലൂടെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും തേടിപ്പോകുന്നത് ഒരേ കാര്യങ്ങളായിരിക്കില്ല, വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയെ ആയിരിക്കില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരേ അനുഭവമായിരിക്കില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരേ തരം വസ്ത്രങ്ങളായിരിക്കില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും. എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം ഇവിടെയുണ്ട്, ഈ പ്രപഞ്ചത്തിലുണ്ട്. നിങ്ങളത് വിശ്വസിച്ചാൽ, നിങ്ങൾക്കത് കാണാൻ കഴിഞ്ഞാൽ, അതിനൊത്ത് പ്രവർത്തിച്ചാൽ നിങ്ങൾക്കത് പ്രത്യക്ഷമാകും. അതാണ് പരമമായ സത്യം. നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ, നിങ്ങൾ ദാരിദ്ര്യത്തിനോ രോഗത്തിനോ കീഴ്പ്പെട്ടു വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ശക്തി തിരിച്ചറിയാത്തത് കൊണ്ടാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടത് തരാതെ ഇരിക്കുന്ന ഒരു പ്രശ്നവുമില്ല. അത് എല്ലാവർക്കും എല്ലാം കൊടുക്കും, വിവേചനമില്ലാതെ തന്നെ. നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടതെല്ലാം, ആനന്ദം, സ്നേഹം, സമൃദ്ധി, ഐശ്വര്യം, നിർവൃതി എല്ലാം നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് മോഹമുണ്ടാവണം, മനഃപൂർവ്വമായി തന്നെ ആഗ്രഹിക്കണം. ബോധപൂർവം നിങ്ങൾ അതിനു വേണ്ടി തന്നെ കൊതിക്കുമ്പോൾ പ്രപഞ്ചം
നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നതെല്ലാം എത്തിച്ചു തരും. നിങ്ങൾക്ക് ചുറ്റുമുള്ള മനോഹരവും വിസ്മയകരവുമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുക, അവയെ ആശീർവദിക്കുക, പ്രകീർത്തിക്കുക. മറുവശത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ടാവും. അവയെക്കുറിച്ച് ദോഷം പറഞ്ഞും പരാതിപ്പെട്ടും ഊർജം ഒരിക്കലും പാഴാക്കരുത്. നിങ്ങൾക്ക് വേണ്ടതിലെല്ലാം ആഗ്രഹിക്കുക, അപ്പോൾ അവ നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കും.